ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മുടെ ഇതിഹാസങ്ങൾ എന്നറിയപ്പെടുന്ന രാമായണവും മഹാഭാരതവും. ആദികാവ്യമാണ് രാമായണം. ഈ ഇതിഹാസങ്ങൾ സംസ്കൃത ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്കത് മനസ്സിലാകണമെങ്കിൽ അത് മലയാളികൾക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. മലയാള പരിഭാഷ പലരും തയ്യാറാക്കിയെങ്കിലും എഴുത്തിൻ്റെ അച്ഛനായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തയ്യാറാക്കിയ പരിഭാഷപ്പെടുത്തലാണ് മലയാളികൾക്ക് ഏറെ ഉചിതവും സുപരിചിതവുമായി ഉള്ളത്. എഴുത്തച്ഛന് പ്രത്യേക ഒരു വിശേഷണം കൂടിയുണ്ട്. അദ്ദേഹം മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ന് നിലവിലുള്ള അക്ഷരങ്ങൾ വളരെ കൃത്യമായിട്ട് ചിട്ടയായിട്ട് എഴുതി തയ്യാറാക്കിയിരിക്കുന്നത് എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിലാണ്. ഭാഷയ്ക്ക് ഏകദേശം ഒരു ഐകരൂപ്യം ഉണ്ടായതും മലയാള നാട്ടിൽ 6 മലയാളികൾ കൂടുമ്പോൾ 100 മലയാളം എന്ന് പറയുന്നത് പോലെ ആ പറയുന്ന രീതികൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു. അതിനൊരു സാമ്യത ഉണ്ടാക്കിയത് എഴുത്തച്ഛൻ്റെ കൃതികൾ, പ്രത്യേകിച്ച് രാമായണം എല്ലാ വീടുകളിലും വായിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കർക്കിടക മാസത്തിൽ തന്നെ രാമായണ മാസമായിട്ട് തന്നെ ഇപ്പോൾ ആചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അതിലുള്ള പല ഭാഷാ പദപ്രയോഗങ്ങളും എല്ലാവരുടെയും സംസാര രീതിയിൽ കടന്നു വരികയും ഏകദേശം ഒരു സാമ്യത ഭാഷയ്ക്കുണ്ടാവുകയും ചെയ്തു. അപ്പോൾ രാമായണവും മഹാഭാരതവും അദ്ദേഹം പരിഭാഷപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ എഴുത്തച്ഛൻ ഈ പരിഭാഷ നിർവഹിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ടായിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിലെ 16-ാം ശതകത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലെ ജനതയെ നന്മയുടെ പാതയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. വെറും പരിഭാഷ മാത്രമായിട്ട് അത് ഒതുക്കുക